السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. അൽഹംദുലില്ലാ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ 135 അല്ലെ, 35-ാമത്തെ ആയത്താണ് കംപ്ലീറ്റ് ചെയ്തത്. 136 മുതൽ 138 വരെ നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ആയത്ത്, അതായത് 135-ാമത്തെ ആയത്തിൽ നമ്മൾ കണ്ടത് അല്ലെ, നേർവഴിയിലാകണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ പോലെ വഖാലു കൂനു ഹൂദൻ ഔ നസ്വാറ, അല്ലെ, നിങ്ങൾ ഹൂദൻ അല്ലെങ്കിൽ ഔ നസ്വാറ, ജൂതന്മാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാവും. അങ്ങനെയാണെങ്കിൽ എന്താവും? തഹ്തദു, എന്നാലും നിങ്ങൾ എന്തായേക്കാം? നേർവഴിയിലായേക്കാം. ഖുൽ, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ബൽ മില്ലത ഇബ്രാഹിമ ഹനീഫൻ, അല്ലെ, ശുദ്ധ മനസ്സനായ അല്ലെങ്കിൽ ഹനീഫായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവവാദത്തില് നമ്മൾ പറഞ്ഞു, ഏതൊരു കാലഘട്ടത്തിലും തെറ്റായ ആചാരങ്ങളുമായിട്ട് അല്ലെങ്കിൽ തെറ്റായ വിശ്വാസവും കൊണ്ട് ആൾക്കാർ ഇതാണ് ശരി, ഇത് ഫോളോ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും, അല്ലെ. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് എങ്ങനെ പ്രതികരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 136-ാമത്തെ ആയത്ത് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. നിങ്ങൾ പറയുക, അള്ളാഹുവിലും അവങ്കിൽ നിന്ന് ഞങ്ങൾക്ക് അവതരിപ്പിച്ച് കിട്ടിയതിലും ഇബ്രാഹിമിനും ഇസ്മായിലിനും ഇസ്ഹാഖിനും യാക്കൂബിന്റെ സന്തതികൾക്കും അവതരിപ്പിച്ചു കൊടുത്തതിലും മൂസ, ഈസ എന്നിവർക്ക് നൽകപ്പെട്ടതിലും സർവ്വപ്രവാചകന്മാർക്കും അവരുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നൽകപ്പെട്ട സന്ദേശങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരിൽ ആർക്കിടയിലും ഞങ്ങൾ അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുമാകുന്നു. വാക്കർത്ഥം നോക്കാം. കൂലു, നിങ്ങൾ പറയുക. കുൽ എന്ന് പറഞ്ഞാൽ നീ പറയൂ, അല്ലെ, കൽപ്പനയാണ്. കൂലു, അത് രണ്ടിലധികം ആളുകളടുത്ത് ഉള്ള കൽപ്പനയാണ്. കൂലു, നിങ്ങൾ എല്ലാവരും പറയുക. ഓക്കെ, കുൽ നീ പറയുക, കൂലു നിങ്ങൾ പറയുക. ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു. ആമന്ന, ഹംസ മീം നൂൻ, കൂലു ഖാഫ് വാവ് ലാം. ഇനി ഇതിന്റെ ഒന്നും റൂട്ട് നമ്മൾ എഴുതൊന്നും പറയുന്നൊന്നുമില്ല, പക്ഷെ ഈ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പോണം ഈ റൂട്ടുകൾ. ഓക്കെ, ഇപ്പൊ ഫ്രഷ് ആയിട്ട് എടുക്കുന്നവരൊക്കെ ഉണ്ടാവും. മെല്ലെ മെല്ലെ പഴയ ക്ലാസ്സുകൾ എടുത്തെടുത്ത് വരാം. ഓക്കെ അല്ലോ, അവിടെ റൂട്ടൊക്കെ പറയുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നില്ല, പണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിചാരിക്കേണ്ട, മെല്ലെ മെല്ലെ പഴയ റൂട്ട്സ് ഒക്കെ എടുത്ത് പഠിച്ച് മെല്ലെ വരാം. അപ്പം ഇതങ്ങ് ട്രാക്ക് കയറിക്കോളൂ ഇൻഷാ അല്ലാഹ്. ആമന്ന നമ്മൾ പറഞ്ഞു, ആമന പ്ലസ് ന ആണ്, അല്ലെ, ഞങ്ങൾ വിശ്വസിച്ചു. ബില്ലാഹി, അള്ളാഹുവിൽ. ആമൻ പ്ലസ് ന കേട്ടോ, അതായത് ഫഅൽ ന പറയുന്ന പോലെ ആമൻ പ്ലസ് ന, ആമന്ന. ബില്ലാഹി, ഉൻസില ഇറക്കപ്പെട്ട, വമാന്ന് വെച്ചാൽ യാതൊന്ന്, ഉൻസില ഇറക്കപ്പെട്ടത്. അപ്പം നമുക്ക് ഇറക്കപ്പെട്ട യാതൊന്നിലും, ഇലൈന ഞങ്ങളിലേക്ക്, ഓക്കെ, ഇല പ്ലസ് ന ഞങ്ങളിലേക്ക് ഒക്കെ ദമീർ മുത്തസിലുകളാണ് ഇലൈന എന്നൊക്കെ പറയുന്നത്. വമാ ഉൻസില, വീണ്ടും വമാ യാതൊന്ന്, ഉൻസില ഇറക്കപ്പെട്ടത്. അപ്പം ഇറക്കപ്പെട്ടതിലും ഇവിടെ ഇല ഇബ്രാഹീമ ഇബ്രാഹിമിലേക്ക്, വ ഇസ്മായില ഇസ്മായിലിനും, വ ഇസ്ഹാഖ ഇസ്ഹാഖിനും, വ യാക്കൂബ യാക്കൂബിനും. അസ്ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സന്തതികൾ, സന്തതി പരമ്പരകൾ എന്നൊക്കെ അർത്ഥം. സീൻ ബാ ത, നമുക്ക് അതിന്റെ റൂട്ട് വിശദീകരണം തഫ്സീറിന്റെ കൂടെ പറയാം. അസ്ബാത്ത് സന്തതികളും, വമ ഊത്തിയ നൽകപ്പെട്ടതിലും, അല്ലെ, ഊത്തിയ ഹംസ ത യ, വമ ഊത്തിയ മൂസ മൂസാക്ക്, വ ഈസ ഈസാക്കും,
വമാ ഊതിയ നൽകപ്പെട്ടതിലും അന്നബിയൂന നബിമാർക്ക്, നബിയൂന നൂൻ ബ ഹംസ പ്ലൂറലാണ് നബിയൂന. നബ നമുക്കറിയാം അല്ലെ, ഒരു വൃത്താന്തം, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ്. അപ്പം നല്ല ന്യൂസ് അറിയിക്കുന്ന ആളുകളാണ് നബി. മിർ റബ്ബിഹിം അവരുടെ റബ്ബിൽ നിന്ന്, അല്ലെ, മിൻ നിന്ന്, റബ്ബ് റബ്ബ്, ഹിം അവരുടെ, ലൊമിറ മുത്തസിൽ, അവരുടെ റബ്ബിൽ നിന്ന്. ലാ നുഫരിഖു ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുന്നില്ല. ഫറഖ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇത് ഫറഖ്നാ ബിക്കുമുൽ ബഹ്റ കടൽ പിളർത്തിയ, സെപ്പറേറ്റ് ചെയ്ത കാര്യം അല്ലെ, വ്യത്യാസപ്പെടുത്തുക, സെപ്പറേറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. വ്യത്യാസം കൽപ്പിക്കുന്നില്ല, വ്യത്യാസപ്പെടുത്തുന്നില്ല. ബൈന അഹദിൻ അവർക്ക് ഒരാൾക്കിടയിലും, മിൻഹും ഓക്കെ, ഒരാൾക്കിടയിലും, മിൻഹും അവരിൽ നിന്ന്. വനഹ്നു ഞങ്ങളാവട്ടെ, ലഹു, ലഹു എന്ന് പറയുന്നത് ലാം പ്ലസ് ഹു ആണ്, അവന് ഓക്കെ. ഹു ലാ എന്ന് പറഞ്ഞാൽ ക്ക് ന് എന്നൊക്കെയുള്ള അർത്ഥം. ലഹു അവന്, മുസ്ലിമോൻ അതാണ് കീഴൊതുങ്ങിയവർ, സീൻ ലാം മീം. തഫ്സീർ നോക്കാം. കൂലു നിങ്ങൾ എല്ലാവരും പറയണം അല്ലെ, ആളുകൾ അവരെ നിങ്ങൾ അവരുടെ വഴിയിലേക്ക് വിളിക്കും. എന്താണ് പറയേണ്ടത്? ആമന്ന ബില്ലാഹി ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു അല്ലെ. ആമന്ന ബില്ലാഹി, ആമന്ന ഹംസ മീം നൂൻ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാഹി അള്ളാഹുവിൽ. അപ്പൊ ഇവിടെ ആരോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, സത്യവിശ്വാസികള് എല്ലാവരും അല്ലെ, അവരോടത്തൊക്കെ, അതായത് എല്ലാ സത്യവിശ്വാസികളെയും അഡ്രസ് ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവരിങ്ങനെയൊക്കെ പലതും പറയും, നിങ്ങളെ പലതിലേക്കും ക്ഷണിക്കും. അപ്പം നമ്മളോട് ആദ്യം പറഞ്ഞു എന്താണ് ശരിയായ വഴി? മില്ലത്തെ ഇബ്രാഹിം അല്ലെ, ഹനീഫൻ. അപ്പം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വഴിയാണ് ശരിയായ വഴി. ആമന്ന ബില്ലാഹി ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതായത് ഇത് അവരെ അറിയിക്കണം അല്ലെ, എന്ത്? ഞങ്ങൾ അള്ളാഹുവിലാണ് വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇത് ഖൂലു പറയേണ്ടത്? നമ്മൾ നാവ് കൊണ്ടും പറയണം, ഹൃദയം കൊണ്ടും പറയണം. നാവ് കൊണ്ട് എങ്ങനെയാ പറയാം? അനൗൺസ് ചെയ്യണം അല്ലെ, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു അല്ലെ, ആമന്ന ബില്ലാഹി ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നാവ് കൊണ്ട് അനൗൺസും ചെയ്യണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എങ്ങനെയാണ്? ആ ഒരു വിശ്വാസം സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ ഉൻസില ഇലൈന ഞങ്ങള് എന്താണ് വേറെ എന്തിലാ വിശ്വസിക്കുന്നത്? യാതൊന്ന് ഉൻസില ഇലൈന ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും. അപ്പൊ അള്ളാഹുൽ വിശ്വസിക്കുന്നു, ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉൻസില നൂൻസയില, നസല എന്ന് പറയുന്നത് ഉൻസില ഇറക്കപ്പെടുക എന്നർത്ഥം. അപ്പം ഞങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതെല്ലാം അല്ലെ, ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താണ് നമ്മളിലേക്ക് ഇറക്കിയത്? ഈ ഒരു ഉമ്മത്തിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിക്മത്തും. ഹിക്മ എന്താ നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, സുന്ന അല്ലെ, അതായത് എക്സ്പ്ലനേഷൻ, ദീനിന്റെ വിശദീകരണം, എങ്ങനെയാണ് ദീൻ ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഖുർആൻ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത വഴി അല്ലെ. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ടത് തന്നെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളെ അല്ല. അപ്പം നമ്മളിലേക്ക് ഇറക്കപ്പെട്ടതെല്ലാം ഖുർആനും സുന്നത്തും അതിനകത്തൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെന്താണ്? വമാ ഉൻസില ഇലാ ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിലേക്ക് ഇറക്കിയതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിലേക്ക്? അല്ലെ, സുഹഫ് ഇബ്രാഹിം വ മൂസ എന്ന ഏടുകൾ അല്ലെ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഏടുകൾ നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, കിതാബ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ബുക്കാണ്. സുഹഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ഈ സ്ക്രോൾസ് എന്ന് പറയില്ലേ, ചുരുളുകൾ എന്നൊക്കെ പറയുന്ന പോലെ, അതുപോലെ ഏടുകളാണ്. അത് കിതാബിന്റെ അത്രയും വലുതായിരിക്കില്ല, പക്ഷേ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനും ഇറക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനും. എന്താണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് നൽകിയത്? നമുക്ക് അറിയൂല അല്ലെ, അതിന് പ്രത്യേകിച്ച് റെക്കോർഡുകളൊന്നുമില്ല. ഇന്നതാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് നൽകിയത്, ഇന്ന ബുക്കാണെന്നോ ഇന്ന ഏടാണെന്നോ എവിടെയും പറഞ്ഞതായിട്ട് നമുക്കറിയില്ല. നമുക്ക് അതിന്റെ ശേഷിപ്പുകൾ, അവശിഷ്ടങ്ങളും നമുക്ക് ആർക്കും കിട്ടിയതായിട്ട് തെളിവുമില്ല. നമുക്ക് അതിന്റെ പേരെന്താന്ന് പോലും അറിയില്ല. പക്ഷെ ഞങ്ങൾ എന്തോ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അത് എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു.
കാരണം അത് അള്ളാഹു കൊടുത്തതാണ്, അള്ളാഹു അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിനപ്പുറത്തേക്ക് നമുക്ക് തെളിവിന്റെ ഒന്നും ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് എന്തോ കൊടുത്തിട്ടുണ്ട്, അത് കൊടുത്തു എന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലെ. അതെന്താണോ അതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണ്, പ്ലസ് അള്ളാഹു ഖുർആനിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനും ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന് എന്താ കൊടുത്തത് നമുക്കറിയില്ല. കാരണം ഈ പറഞ്ഞ പോലെ അതിന്റെ തെളിവുകളില്ല, അവശിഷ്ടങ്ങളില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു. യാക്കൂബ് അലൈഹി ഇസ്ലാമിനും അദ്ദേഹത്തിന് എന്താ കൊടുത്തത് അറിയില്ല അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് എന്ത് കൊടുത്താലും ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. കാരണം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണ് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ കുറിച്ച് പറയുന്നു ഖുർആനിൽ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി അടുത്തത് വൽ അസ്ബാത്ത്. അസ്ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിബത്തിന്റെ പ്ലൂറലാണ് അസ്ബാത്ത്. സീൻ ബാത്തോ. ഓക്കെ. അസ്ബാത്ത് എന്ന് പറഞ്ഞാല് സന്തതി പരമ്പരകൾ എന്നുള്ള വാക്ക് ഗ്രാൻഡ് ചിൽഡ്രൻ, അത് പേരക്കുട്ടിക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് സിബത്ത്. ഇപ്പം ഒരാള് കല്യാണമൊക്കെ കഴിഞ്ഞ് അയാൾക്ക് ഒരു കുട്ടി ഉണ്ടാവുമ്പം നമ്മൾ എന്തായി കണക്കാക്കും, അവരിപ്പോ ഒരു ഫാമിലി ആയി അല്ലെ. ഭാര്യ, ഭർത്താവ്, കുട്ടി, അങ്ങനെ അതൊരു ഫാമിലി ആയി, അയാളൊരു അഡൾട്ടായി എന്ന് കൺസിഡർ ചെയ്യും. ഇനി പേരക്കുട്ടികൾ ഉണ്ടാവുമ്പം അതെന്താ അടുത്ത ലെവലിലേക്ക് അല്ലെ, അവരുടെ ഫാമിലി വളർന്നു അല്ലെ, വലുതായി. അപ്പം സിബത്ത് എന്നുള്ള വാക്ക് ഗ്രാൻഡ് ചൈൽഡ് അല്ലെങ്കിൽ പേരക്കുട്ടി എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കാറ്. സിബത്തിനുള്ള മറ്റു മീനിങ്ങുകളിൽ ഒന്നാണ് ഗ്രോത്ത്, വളർച്ച എന്നുള്ള അർത്ഥം. അപ്പൊ നമുക്കറിയാം അല്ലെ, ഒരു കുടുംബം വളർന്ന് വലുതാവുമ്പോഴാണ് പേരക്കുട്ടികൾ ഉണ്ടാവുന്നത്. അപ്പം വളർച്ച എന്നുള്ള ഒരു അർത്ഥമുണ്ട്. രണ്ടാമത്തെ അർത്ഥം വ്യാപ്തി, വളരുന്നതിന്റെ കൂടെ വ്യാപിക്കും അല്ലെ. ഇപ്പം ഒരു കുടുംബം ഇങ്ങനെ കുറെ മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ അവർ പല നാടുകളിലേക്കൊക്കെ ചേക്കേറി അവരങ്ങ് വ്യാപിക്കും. വ്യാപ്തി എന്നുള്ള ഒരു അർത്ഥവും ഉണ്ട് സിബത്തിന്. ഗ്രാൻഡ് ചൈൽഡ് അല്ലെങ്കിൽ പേരക്കുട്ടി എന്ന് പറയും, ഗ്രോത്ത് പറയും, അതായത് വളർച്ച എന്ന് പറയും, വ്യാപ്തി എന്ന് പറയും. അതേപോലെ ഒരു മരത്തിന്റെ ബ്രാഞ്ചുകൾക്കും സിബത്ത് എന്ന് പറയും. ഒരു വൃക്ഷത്തിന്റെ ശാഖകൾക്ക് സിബത്ത് എന്ന് പറയും. അതായത് ഒരു വൃക്ഷത്തിന് ശാഖ ഉണ്ടാവുമ്പോൾ അതായത് ഇങ്ങനെ കുറെ വളരുകയാണ്, അതേപോലെ വ്യാപിക്കുകയാണ് അല്ലെ. മരത്തിന്റെ ചില്ലകൾ ഇങ്ങനെ വ്യാപിക്കുന്നുണ്ട്, അത് കൂടുതൽ ഉണ്ടാവുമ്പോൾ അപ്പൊ അത് വലുതായിട്ടുണ്ട്. അപ്പൊ സിബത്ത് എന്നുള്ള വാക്കിന് ഇങ്ങനെയൊക്കെ പല മീനിങ്ങുകളും ഉണ്ട്. ഇവിടെ അസ്ബാത്ത് എന്നുള്ളത് ഉദ്ദേശിച്ചിരിക്കുന്നത് ബനു ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ, യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരകൾ. യാക്കൂബ് അലൈഹി ഇസ്ലാമിന് നമുക്കറിയാം 12 മക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിലുള്ള മക്കളെന്നൊക്കെ പറയുന്ന പോലെ 12 പരമ്പരകൾ. നമുക്കറിയാം അല്ലെ, ഈ 12 മക്കള്, അതിന്റെ മക്കൾ എന്നൊക്കെ പറയുമ്പോൾ അത് വളരുകയും ചെയ്തു വ്യാപിക്കുകയും ചെയ്തു. അപ്പൊ അവിടെ ഒരു ഗ്രോത്തും ഉണ്ട്, വ്യാപനവും ഉണ്ട്. അസ്ബാത്ത് എന്ന് പറയുന്നത് യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ 12 സന്തതി പരമ്പരകൾ. ഈ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ അസ്ബാത്ത് എന്ന് പറയുന്നത്, കാരണം നമ്മൾ പറഞ്ഞു വന്നത് എന്താ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇറക്കിയതിലും, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഇറക്കിയതിലും, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ ഇറക്കിയതിലും, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനെ ഇറക്കിയതിലും, യാക്കൂബ് അലൈഹി ഇസ്ലാമിനെ ഇറക്കിയതിലും നമ്മൾ വിശ്വസിക്കുന്നു. പ്ലസ് അസ്ബാത്ത് എന്ന് പറഞ്ഞാല് യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരകളിൽ വന്ന നബിമാർക്ക്, ഓക്കെ, സന്തതി പരമ്പരകളിൽ വന്ന പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എന്തോന്ന് ഇറക്കിയോ അതിലെല്ലാം ഞങ്ങള് വിശ്വസിക്കുന്നു. യൂസഫ് അലൈഹി ഇസ്ലാമിന് ശേഷം അവരുടെ സന്തതി പരമ്പരകളിൽ ഏതൊക്കെ നബിമാരിലേക്ക് എന്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയോ അതിലെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരൊക്കെയാണ് നമുക്ക് അറിയാവുന്ന ഈ അസ്ബാത്തിൽ പെട്ടത്? സക്കരിയ അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം അല്ലെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നവരാണ്. അപ്പം ആര് വന്നു ആ 12 മക്കളുടെ സന്തതി പരമ്പരകളിൽ അവരിലുള്ള പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് കൊടുത്താലും അതിനകത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം അത് അല്ലാഹു ഇറക്കിയതാണ്, അപ്പുറത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞോളണമെന്നൊന്നും ഇല്ല. പിന്നെ വമാ ഊതിയ മൂസ വ ഈസ, മൂസയ്ക്കും ഈസയ്ക്കും എന്ത് നൽകപ്പെട്ടുവോ? നമുക്കറിയാം മൂസയും ഈസയും ഈ പറഞ്ഞ അസ്ബാത്തിന്റെ ഭാഗം തന്നെയാണ് അല്ലെ, യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ സന്തതി പരമ്പരകളുടെ ഭാഗം തന്നെയാണ്. പിന്നെ എന്തിനാ ഈ മൂസ അലൈഹി ഇസ്ലാമിനെയും ഈസ അലൈഹി ഇസ്ലാമിനെയും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത്? കാരണം അവര് ഈ കൂട്ടത്തിൽ പെട്ട ബെസ്റ്റ് പ്രവാചകന്മാരായിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. മൂസ അലൈഹി ഇസ്ലാം അവരെ ഫിറഔന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ
അല്ലെ, പേരെടുത്ത് പറയപ്പെട്ട അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതും കൂടെ ആയിട്ടുള്ള പ്രവാചകനായിരുന്നു. അതേപോലെ ഈസ അലൈഹിസ്ലാം അവരിലുള്ള ലാസ്റ്റ് പ്രവാചകനായിരുന്നു. അതായത് ബനു ഇസ്രായേലിൽ നിന്ന് വന്ന ലാസ്റ്റ് പ്രവാചകനായിരുന്നു. ഇഞ്ചിയിൽ നൽകപ്പെട്ടവനായിരുന്നു, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് നൽകിയോ നമുക്ക് അതിൽ എല്ലാത്തിലും വിശ്വാസമാണ്. നമുക്ക് അതിനെ കുറിച്ച് അറിയാന്നുണ്ടെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല ഈ സന്തതി പരമ്പരകൾക്ക് എന്ത് ഗ്രന്ഥം നൽകിയോ. ഇനി മൂസാക്കും ഐസാക്കും നൽകിയതിൽ മറ്റേത് ഇറക്കപ്പെട്ടതായിരുന്നു, അല്ലെ? ഇതുവരെ ഉൻസിലായിരുന്നു, ഇവിടെ ഊത്തിയ എന്ന് പറയുന്നത്. ഊത്തിയ എന്ന് പറഞ്ഞാല് ഹംസ ത യ, നൽകപ്പെടുക. മൂസ അലൈഹി ഇസ്ലാമിനും ഈസ അലൈഹി ഇസ്ലാമിനും എന്തൊക്കെ നൽകപ്പെട്ടു അതിലും. ഇവിടെ ഉൻസില എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്? നമുക്കറിയാം അവർക്ക് ഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു, അല്ലെ? ഡയറക്റ്റ് കൊടുത്തതാണ്. സുബ്ഹാനല്ലാഹ്. തൗറാത്തൊക്കെ ഒരു ടാബ്ലറ്റ് ആയിട്ട് കൊടുത്തു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് അതിൽ ഊത്തിയ നൽകപ്പെട്ടതാണ്, ഇറക്കപ്പെട്ടതല്ല. ഓക്കെ, അപ്പൊ അവരിലേക്ക് കൊടുത്ത ഗ്രന്ഥങ്ങളും അവർക്ക് കൊടുത്ത മോചിസത്തുകളും നമുക്ക് വിശ്വാസമുണ്ട്. വമാ ഊത്തിയ, പിന്നെ നൽകപ്പെട്ടത് അന്നബിയൂന, ഏതൊക്കെ നബിമാർക്കും മിർ റബ്ബിഹിം, റബ്ബിൽ നിന്ന്. ഓക്കെ, റബ്ബിൽ നിന്ന് ഏതൊക്കെ പ്രവാചകന്മാർക്ക് വേറെ എന്തൊക്കെ നൽകപ്പെട്ടോ അതിലെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. നബിയൂന പ്ലൂറൽ ഓഫ് നബിയ. എന്താ ഒരു കട്ട് വരുന്നുണ്ട് ക്ലാസ് എടുക്കുമ്പോ? മനസ്സിലാവുന്നുണ്ട്. ക്ലാസ് ഇടയ്ക്കിടെ ഇങ്ങനെ ഒരു കട്ട് വരുന്നുണ്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അപ്പം നമ്മൾ പറഞ്ഞത് ഏതൊരു പ്രവാചകനും, അല്ലെ, ഏതൊരു പ്രവാചകനിലേക്കും എന്ത് ഇറക്കപ്പെട്ടതാണെങ്കിലും എന്ത് നൽകപ്പെട്ടതാണെങ്കിലും ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. ഒമ ഊത്തിയ മൂസ വ ഈസ, ഈസായ്ക്കും മൂസായ്ക്കും എന്ത് നൽകപ്പെട്ടുവോ അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെ? നമുക്കറിയാം ഈസയും മൂസയും ഈ പറഞ്ഞ അസ്ബാത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ എന്തിനാണ് അവര് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത്? അവര് ബെസ്റ്റ് പ്രവാചകന്മാരിൽ പെട്ടതായിരുന്നു. അവര് ബെസ്റ്റ് പ്രവാചകന്മാരിൽ പെട്ടതായിരുന്നു, അല്ലെ? മൂസ അലൈഹി ഇസ്ലാമാണ് അവരെ ഫിർഔന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അദ്ദേഹത്തിന് തൗറാത്ത് നൽകപ്പെട്ടിട്ടുണ്ട്, അല്ലെ? ഈസ അലൈഹി ഇസ്ലാം ആണെങ്കിൽ ബനു ഇസ്രായേലിന്റെ കൂട്ടത്തിലെ അവസാനത്തെ പ്രവാചകനായിരുന്നു, ബനു ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ടതായിട്ട്. അപ്പം മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ആർക്കും, ഏത് നബിമാർക്കും എന്ത് ഇറക്കപ്പെട്ടാലും എന്ത് നൽകപ്പെട്ടാലും ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. ഇവിടെ ഊത്തിയ എന്നുള്ള വാക്ക് ഹംസ ത യ, ഊത്തിയ എന്താണോ മൂസാക്കും ഐസാക്കും നൽകിയത്, അല്ലെ? മൂസാക്ക് അവർക്ക് ഇവിടെ ഉൻസില എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിട്ടുള്ളത്, ഇറക്കപ്പെട്ടതെന്നല്ല, നൽകിയതെന്ന. കാരണം അവർക്ക് എന്ത് നൽകിയിട്ടുണ്ട്? ഗ്രന്ഥങ്ങള് നൽകിയിട്ടുണ്ട്, അല്ലെ? നേരിട്ട് തന്നെ നൽകിയതാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം മൂസ അലൈഹി ഇസ്ലാമിന് തൗറാത്ത് ഒരു ടാബ്ലറ്റിന്റെ രൂപത്തിലാണ് നൽകിയത്. നമ്മൾ അത് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർക്ക് മുഅ്ജിസത്തുകളും നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരിലേക്ക് അയച്ച മോചിസത്തുകളിലും അവരിലേക്ക് അയച്ച ഗ്രന്ഥങ്ങളിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെന്താ? വമ ഊത്തിയ, പിന്നീട് എന്താണ് നൽകപ്പെട്ടത്? അന്നബിയൂന, ഏത് നബിമാർക്കും മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്ന്. നബിയൂന, നബിയിന്റെ പ്ലൂറല് നബി, നൂൻ ബ ഹംസ. നബ നമുക്കറിയാം, അല്ലെ? സൂറത്ത് നബ ന്യൂസ് ആണ്, വൃത്താന്തം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ്. അപ്പൊ ന്യൂസ് അറിയിക്കുന്ന ആൾക്കാരാണ് നബി. അപ്പം നബിയൂന, അപ്പൊ ഏത് നബിമാരിലേക്കും ഏത് പ്രവാചകന്മാരിലേക്കും അവരെ നമുക്ക് അറിഞ്ഞോ അറിയൂലയോ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ലാ നുഫരിഖു, ഞങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ വ്യത്യാസപ്പെടുത്തുന്നില്ല. ഡിഫറൻഷിയേറ്റ് ചെയ്യാം, വ്യത്യാസപ്പെടുത്തുക. ബൈന അഹദിൻ മിൻഹും, അതിനിടയിൽ അവയ്ക്കിടയിൽ ഞങ്ങൾ ഒരു വ്യത്യാസം കൽപ്പിക്കുന്നേ ഇല്ല. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു വക ഡിസ്ക്രിമിനേഷനും ഇല്ല. ഞങ്ങൾ അവരിൽ എല്ലാവരിലും വിശ്വസിക്കുന്നു. ഞങ്ങൾ ഈസയിൽ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ മൂസയിൽ വിശ്വസിക്കുന്നില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. അപ്പൊ അവരിൽ എല്ലാവരും ഞങ്ങൾ ഒരേപോലെ, ലാനുഫരിക്കും, ഞങ്ങൾക്കൊരു വ്യത്യാസമില്ല. പക്ഷേ അത് വിശ്വാസത്തിന്റെ കാര്യം. ഓക്കെ, വെൻ ഇറ്റ് കംസ് ടു അതായത് നമ്മൾ
ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ, ഇത്തിബാഴിന്റെ കാര്യത്തിൽ നമ്മൾ ആരൊരു ശരിയാണത്താണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും എന്ന് പറയുന്നത് അവരിൽ ഞങ്ങൾ ഒരു വ്യത്യാസം കൽപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് അവരുടെ കാര്യത്തിലൊക്കെ അവരുടെ വിശ്വാസം, അവരിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവർക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവർക്ക് നൽകപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇത്തിബാഴിന്റെ കാര്യമാണെങ്കിൽ എന്താണ്, ഞങ്ങൾ വീണ്ടും കട്ടായല്ലോ. ഒതുങ്ങുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഓരോ കൽപ്പനയും, എല്ലാ കൽപ്പനയും ഒരേപോലെ ഞങ്ങൾ കീഴൊതുങ്ങി അനുസരിക്കുന്നവരാണ്. വനഹ്നു ലഹു മുസ്ലിമൂൻ. ഈ ഒരു ആയത്തിലുള്ള ഒരു ലെസൺ എന്ന് പറയാൻ നമ്മൾ എല്ലാ പ്രവാചകന്മാരിലും അല്ലെ, അവരെ നമുക്ക് അറിയെങ്കിലും അറിയില്ലെങ്കിലും പോലും അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയവരിലേക്ക് എല്ലാവരെയും വിശ്വസിക്കല് ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമാണ്. അതേപോലെ പ്രവാചകന്മാരിൽ മാത്രമല്ല, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എന്തൊക്കെ നൽകിയോ, എന്തൊക്കെ നൽകപ്പെട്ടോ, എന്തൊക്കെ ഇറക്കപ്പെട്ടോ, നമ്മൾ ഏതെങ്കിലും ഒരാളിൽ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കംപ്ലീറ്റ് അല്ല. അത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കുക, അള്ളാഹു നമ്മളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുക. ഇത് രണ്ടും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാൻ കംപ്ലീറ്റ് അല്ല, അല്ലെ? അള്ളാഹു മലായിക്കത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വിശ്വസിക്കണം. പ്രവാചകന്മാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ വിശ്വസിക്കണം, സ്വീകരിക്കണം. പിന്നെ ഗ്രന്ഥങ്ങളെ കുറിച്ച്, യൗമുൽ ഖിയാമയെ കുറിച്ച്, ഖബറിനെ കുറിച്ച് എന്തും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വിശ്വസിക്കണം. അല്ലാതെ ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു, അതിൽ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്നു, അത് ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാൻ കംപ്ലീറ്റ് അല്ല, അല്ലെ? അതുകൊണ്ടാണ് യഹൂദികളുടെയും നസ്വാറാക്കളുടെയും ഈമാൻ കംപ്ലീറ്റ് അല്ലാതെ പോയിരുന്നത്. അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കാത്ത ആൾക്കാരൊന്നും ആയിരുന്നില്ല. പക്ഷെ അവര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചില്ല. അവരിൽ തന്നെ ചിലര് ഈസ അലൈഹിസ്സലാമിനെ സ്വീകരിച്ചില്ല. അപ്പം അവരുടെ ഈമാൻ കംപ്ലീറ്റ് അല്ലാതെ പോയി. അടുത്ത ആയത്ത് നോക്കാം. 137 ആയത്ത്. ഫഇൻ ആമനു ബിമിസ്ലി മാ അൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം. നിങ്ങൾ ഈ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചിരുന്നാൽ അവർ നേർമാർഗത്തിലായി കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. മുമ്പ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? നിങ്ങൾ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ അതായത് ജൂതന്മാരോ ക്രിസ്ത്യാനികളുടെ കാര്യം മാത്രമല്ല, ഇപ്പോഴും എന്തും എന്താണ്, നിങ്ങൾ ഞങ്ങളെ പോലെ ആവ്, എന്നാൽ നിങ്ങൾ നേർമാർഗത്തിലാവുന്ന ആൾക്കാർ പറയുന്നു നമ്മൾ കണ്ടു, അല്ലെ? അപ്പം അള്ളാഹു പറയാണ്, ഇത് ഇന്നതൊക്കെയാണ് വിശ്വാസം. നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചു കഴിഞ്ഞാല് അവര് നേർമാർഗത്തിലായി കഴിഞ്ഞു. അപ്പം വിശ്വാസത്തിന്റെയും നേർമാർഗത്തിന്റെ ഒക്കെ ഡെഫിനിഷൻ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അല്ലെ? ഇനി അവർ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിലോ അവരുടെ നിലപാട് കക്ഷി മാത്സര്യം മാത്രമാണ്. അതായത് അവർ ചേരി തിരിഞ്ഞ് തമ്മിൽ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരായി മാറുകയാണ്. അവരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ അള്ളാഹു മതി, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും അത്രേ. സുബ്ഹാനല്ലാഹ്. ഒരുപാട് നമുക്ക് ആശ്വാസം തരുന്ന ഒരു ആയത്താണ്, നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു ആയത്തുമാണ്. സുബ്ഹാനല്ലാഹ്. ഫഇൻ ആമനു, എന്നിട്ട് അവർ വിശ്വസിച്ചാൽ, എന്നിട്ട് ഇൻ എന്ന് പറഞ്ഞ എങ്കിൽ, ഇഫ് എന്നൊക്കെയുള്ള അർത്ഥം. ആമനു അവർ വിശ്വസിച്ചു. ഓക്കെ. ബി മിസ്ലി യാതൊന്ന് പോലെ, ബി മിസ്ലി മാ എന്ന് പറഞ്ഞാൽ യാതൊന്ന്, ബി മിസ്ലി എന്ന് പറഞ്ഞാൽ അതുപോലെ, ആമൻതും നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബിഹി അത്. ഓക്കെ. അപ്പൊ നിങ്ങൾ അത് വിശ്വസിച്ചിരിക്കുന്നത് പോലെ അവർ വിശ്വസിക്കുകയാണെങ്കിൽ ഫഖദ് ഇഹ്തദൗ, എന്നാൽ അവർ നേർമാർഗം പ്രാപിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. വഇൻ തവല്ലൗ, എന്നാൽ അവർ പിന്തിരിയുകയാണെങ്കിൽ. തവല്ല നമുക്കറിയാം, അല്ലെ? പിന്തിരിയ, വാ ലാം യാ, വലിയന്റെ അതേ റൂട്ട് തന്നെയാണ്. പക്ഷെ വലിയ എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് തിരിയുക, അല്ലെ? തവല്ല എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് പിന്തിരിയ. ഇത് രണ്ടും ഒരേ റൂട്ട് തന്നെയാണ്. ഫഇന്നമ, അപ്പോൾ തീർച്ചയായും, ഹും അവർ, ഫീ ശിഖാഖ്, ഷീൻ ഖാഫ് ഖാഫ്, ചേരിതിരിവ്, ഒപ്പോസിഷൻ, നമുക്ക് എതിർപ്പിലേക്ക് മാറുകയാണ് അവര്. ഫസയക്ഫീകഹുമുല്ലാഹ്, എന്നാൽ നിനക്ക് അവരുടെ കാര്യത്തിൽ അള്ളാഹു മതി. ഈ വാക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് തഫ്സീറിൽ കാണാം. വഹുവ, അവനാകട്ടെ, അസ്സമീഅ്, എല്ലാം കേൾക്കുന്നവനാണ്, അൽ അലീം, എല്ലാം അറിയുന്നവനുമാണ്. തഫ്സീർ നോക്കാം.
അള്ളാഹു പറയാണ് ഫഇൻ ആമനു, അവര് വിശ്വസിക്കുകയാണെങ്കിൽ, ആര്? യഹൂദികളും നസാറാക്കളും അല്ലെ, ക്രിസ്ത്യാനികളും അവര് വിശ്വസിക്കുകയാണെങ്കിൽ എങ്ങനെ? ബിമിസ്ലി, ഇതുപോലെ അല്ലെ, ഈ ഒരു കാര്യം പോലെ, മാ ആമൻതും ബിഹി, ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അവര് വിശ്വസിക്കുകയാണെങ്കിൽ, ആമൻതും സെയിം റൂട്ട് അല്ലെ, ആമന്ന പറഞ്ഞ പോലെ തന്നെ റൂട്ടാണ് ആമൻതും, ഹംസ മീം നൂൻ. അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന അതേപോലെ അവര് വിശ്വസിക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെ? അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ആരോടാ പറയുന്നത്? ആ സമയത്ത് പ്രവാചകനോടും വിശ്വാസികളോടും അല്ലെ, ഇത് നമ്മളോട് എല്ലാവരോടും പറയുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും എങ്ങനെ വിശ്വസിക്കുന്നുവോ അതേപോലെ അവർ വിശ്വസിക്കുകയാണെങ്കിൽ, അവർക്ക് നിങ്ങളെപ്പോലെ ഉള്ള ഈമാൻ ഉണ്ടാവുകയാണെങ്കിൽ. എന്തായിരുന്നു അവരുടെ ഈമാൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബാക്കളുടെയും നമ്മൾ തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞു അല്ലെ, അള്ളാഹുൽ അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അള്ളാഹു പറഞ്ഞ എല്ലാത്തിലും, എല്ലാ പ്രവാചകന്മാരിലും, എല്ലാ പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ടതിലും, എല്ലാ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതിലും അവര് വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഇതേ ലെവലിലുള്ള ഒരു ഈമാൻ അവർക്ക് ഉണ്ടെങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവര് നേർമാർഗം പ്രാപിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇഹ്തദൗ ഹാദാലിയ, ഹിദായ അല്ലെ, ഹിദായത്തിൽ നിന്ന് വന്നാണ് അത്. അപ്പോ അവര് നേർമാർഗം പ്രാപിച്ചിരിക്കുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു അല്ലെ, ക്രിസ്ത്യാനികളും ജൂതന്മാരും വന്ന് പറയും നിങ്ങൾ ഞങ്ങളെപ്പോലെ ആവുക, അപ്പൊ നിങ്ങൾ നേർമാർഗത്തിലായി എന്നല്ലേ. അതാണ് നേർമാർഗം എന്ന് അവര് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അള്ളാഹു പറയാണ് അല്ല, അതുവഴി ആരും നേർമാർഗത്തിലാവൂല. നേർമാർഗത്തിലാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളുടെ അതേ ഈമാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നേർമാർഗത്തിലായി. അവരുടെ ഈമാൻ എന്ന് പറയുന്നത് എന്താണ്? അവർ അള്ളാഹുവിലും വിശ്വസിച്ചു, എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിച്ചു, പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതിലും അവർ വിശ്വസിച്ചു. അങ്ങനെയാണെങ്കിൽ അവർ നേർമാർഗത്തിലായി. ഇനി അവര് അവര് തിരിഞ്ഞു കളയുകയാണെങ്കിൽ, വാവ് ലാം യാ, അവര് തിരിഞ്ഞു കളയുകയാണെങ്കിൽ, അവർ ഒരു പ്രവാചകനിലോ അല്ലെങ്കിൽ രണ്ട് പ്രവാചകനിലോ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിലോ അവർ വിശ്വസിക്കാതെ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ഫഇന്നമാ, നിശ്ചയമായും, ഹും അവർ തന്നെയാണ് എന്ത്? അത് ആരാണ് ഈ അവർ? യഹൂദികളും നസാറാക്കളുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവരെന്താണ്? ഫീ ഷിഖാഖ്, അതായത് അവർ ഇതുപോലെ വിശ്വസിക്കാത്ത ആൾക്കാരാണെങ്കിൽ അവർ ഫീ ഷിഖാഖ്, ഷിഖാഖിലാണ്. ഷിഖാഖ് ഷീൻ കാഫ് ഖാഫ് ഷഖ്. ഷഖൽ ഖമർ എന്ന് പറഞ്ഞാല് ചന്ദ്രൻ പിളര, അതായത് രണ്ടായിട്ട് തിരിയാം. ഇത് ഷഖത്ത് അല്ലെ, പിളരുന്നതിനാണ് ഷിഖാഖ് എന്ന്, പിളർന്നിരിക്കുന്നതിനാണ് ഷിഖാഖ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം പിളരുമ്പം അത് രണ്ടായിട്ട് സെപ്പറേറ്റ് ആവും അല്ലെ, സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടും പോകും അല്ലെ. ഏതെങ്കിലും രണ്ട് പാർട്ടികൾ തമ്മിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ, അവർ പിരിഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒപ്പോസിങ് ആവും അല്ലെ. അവര് ഒന്ന് മറ്റൊന്നിനെതിരെ നിൽക്കുന്ന ഒരു അവസ്ഥയിലെത്തും അല്ലെ. ആണല്ലോ, ഒരു ഭാര്യയും ഭർത്താവും ഒരു ഡിവോഴ്സ് ഒക്കെ നടക്കുമ്പോൾ മെജോറിറ്റി ഒരു 80% എന്താണ്, അവർ തമ്മിൽ പിന്നെ ഫൈറ്റ് ആയി അല്ലെ, ചേരിതിരിവായി, ഓപ്പോസ് ചെയ്യുന്ന ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ കുറിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, കുറ്റം പറയുന്ന ഒരു അവസ്ഥയിലായി. അപ്പം ഇതിനാണ് ഷിഖാഖ് എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് ആയിട്ട് രണ്ടായിട്ട്, അതായത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഷിഖാഖിന്റെ അർത്ഥം ചേരി തിരിഞ്ഞിട്ട് ഓപ്പോസ് ചെയ്യുക, പരസ്പരം എന്താ പറയാ, എതിർക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഷിഖാഖ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അവര് അങ്ങനെ പിന്തിരിയാണെങ്കിൽ അവര് നിശ്ചയമായും എന്താക്കും? നിന്നെ എതിർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ എല്ലാരെയും വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവര് വിശ്വസിച്ചില്ല അല്ലെ. കാരണം അവർക്ക് വേറെ വിശ്വാസങ്ങളായിരുന്നു. ഇതാണ് ശരി എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ചപ്പോഴും അവര് വന്നില്ല. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? അവര് എതിർക്കാൻ തുടങ്ങി അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അവര് പലതും ചെയ്യാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, തല്ലുണ്ടാക്കാൻ തുടങ്ങി അല്ലെ. യുദ്ധങ്ങൾ വന്നു, ചതിച്ചു, കൊല്ലാൻ ശ്രമിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പം അവരുടേതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അവര് ക്ഷണിച്ചു, അത് ശരിയല്ല, ഇതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തു. അവർക്ക് ആ വിശ്വാസം ഉണ്ടായില്ല, അവർ അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. അപ്പൊ എന്തായി? അവര് ഷിഖാഖിലായി. അവര് എന്താണ്? ഓപ്പോസ് ചെയ്യാൻ തുടങ്ങി, എതിർക്കാൻ തുടങ്ങി, ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി, ചതിക്കാൻ തുടങ്ങി, കൊലപാതക ശ്രമം വരെ നടന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മനുഷ്യന്മാർക്ക് ഇപ്പൊ നമ്മള് കൂടെയുള്ള ആളുകളെടുത്ത് നിങ്ങൾ ചെയ്യുന്നത് ഇതല്ല ശരി, അല്ലെങ്കിൽ ഇതാ വിശ്വാസം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവര് നമുക്ക് എതിരെ തിരിയും അല്ലെ. നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമാണെങ്കിൽ പോലും ഇതല്ല ശരി, ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ആവണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആളുകൾ നമുക്കെതിരെ
ചെയ്യും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെ. അപ്പൊ നമുക്ക് വിഷമം ഉണ്ടാവുകയും ചെയ്യും. അല്ലോ ആൾക്കാർ എന്നെ എതിർക്കുമല്ലോ, അത് വിചാരിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ അല്ലെ അള്ളാഹുവിന്റെ ശരികൾ പോലും നമ്മൾ മുസ്ലിം എന്നുള്ള വാക്ക് പഠിച്ചതിന് ശേഷം, ശരിക്കും എന്താ മുസ്ലിം, ആരാ മുസ്ലിം എന്ന് പഠിച്ചതിന് ശേഷം പോലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ അറിയുമ്പോൾ പോലും കീഴൊതുങ്ങാൻ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എവിടെയെങ്കിലും ഒരു പേടി, ഒരു മടി വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാ, ആൾക്കാർക്ക് വെറുപ്പാവും, ആൾക്കാര് എതിർക്കും, നമുക്ക് ആവശ്യം വരുമ്പോ അവര് ഉണ്ടാവൂല അല്ലെ, നമ്മൾ അവരെന്നും എന്നും അവരെ കാണുന്നതല്ലേ, അതൊക്കെയാണ് നമ്മളെ ചിന്തകൾ. അതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്താണ് അള്ളാന്റെ കൽപ്പന മനസ്സിലായിട്ട് പോലും നമ്മൾ മെല്ലെ ഒന്ന് നൈസായിട്ട് കണ്ണടയ്ക്കാൻ ശ്രമിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഇതും അള്ളാഹ്ക്ക് അറിയാം അല്ലെ. അവര് നിങ്ങളെ എതിർക്കും എന്ന് അള്ളാഹ് പറഞ്ഞിട്ട് തൊട്ടടുത്ത് അള്ളാഹു എന്താ പറയുന്നത്, വിഷമിക്കണ്ട, ഫസയക്ഫീകഹുമുല്ലാഹ് ഫസയക്ഫീകഹും അല്ലാഹ്. സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണണം. സുബ്ഹാനല്ലാഹ്, ഭയങ്കര വലിയൊരു വാക്കാണ് അല്ലെ, പക്ഷെ നല്ല ഭംഗിയാണ്. നമ്മൾ ഓരോ പീസ് എടുത്ത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഭംഗിയാണ്. പ്ലസ് ഇതിന്റെ അർത്ഥം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇത് മതി, വേറൊന്നും വേണ്ട അല്ലെ. സുബ്ഹാനല്ലാഹ്, ഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്നാൽ, അപ്പോൾ, അതുകൊണ്ട് എന്നൊക്കെ അർത്ഥം. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഫ സ സ എന്നുള്ള വാക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ശരിക്കും ഫ്യൂച്ചർ ടെൻസ്, ഭാവി പറയാൻ വേണ്ടിയിട്ട് ഒരു വേർബിന്റെ മുമ്പേ, ഒരു ക്രിയയുടെ മുമ്പേ സ വന്നു കഴിഞ്ഞാൽ ശരിക്കും അത് ആ വേർബിന് ഫ്യൂച്ചർ ടെൻസ് ആക്കണം, ഭാവി ആക്കണം. സാക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് അർത്ഥങ്ങളുണ്ട് സ വരുമ്പോൾ. ഒന്ന്, ആ പറയാൻ പോകുന്ന കാര്യം, അത് കഴിഞ്ഞ് തൊട്ടടുത്ത് പറയാൻ പോകുന്ന ആ ഒരു ക്രിയ, ആ ഒരു വേർബ് ഉറപ്പാണ്, ഒരു സംശയമില്ല, ഡെഫിനറ്റ് ആയിട്ട് ആ ആക്ഷൻ നടക്കും. അപ്പൊ ഇവിടെ യക്ഫി എന്നുള്ളതാണ് ആക്ഷൻ. ഓക്കെ, വേർബ് അതാണ്. ഒന്ന് ഉറപ്പാണ്, രണ്ടാമത്തത് കുർബ്, അത് പെട്ടെന്ന് തന്നെ നടക്കും, ഒരുപാട് ഡിലേ ഒന്നും ആവൂല, പെട്ടെന്ന് തന്നെ നടക്കും. അപ്പൊ ഫ എന്നാൽ അതുകൊണ്ട് എന്നൊക്കെ അർത്ഥം. സ എന്ന് പറഞ്ഞാല് നടക്കും, അതായത് ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചർ ആണെന്ന് മാത്രമല്ല ആ കാര്യം ഉറപ്പായിട്ടും നടക്കും, പെട്ടെന്നും നടക്കും. സോ ഫസയക്ഫീകഹും, അപ്പം അള്ളാഹു മതി എന്ത്, ഖ നിങ്ങൾക്ക്, ഹും അവർക്കെതിരെ, ഡെഫിനറ്റ്ലി വെരി സൂൺ, ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ അള്ളാഹു കാഫി, അള്ളാഹു മതിയാകും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ വിഷമിക്കണ്ട, അള്ളാഹ് നിങ്ങളെ ടേക്ക് കെയർ ചെയ്തോളും. യക്ഫി, കാഫി എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, കാഫി ആവുക, മതിയാവുക, ഇനഫ്, അത് മതി, അള്ളാഹ് മതി എന്ന് പറയുന്ന വാക്കാണ് കാഫി, യക്ഫി. യക്ഫി, അള്ളാഹു മതി, ഖ നിനക്ക്, യക്ഫിന്റെ ശേഷം ഒരു ക ഉണ്ട്, നമുക്കറിയാം ലമീർ മുത്തസിലാണ്. ജസാക അല്ലാഹ് എന്ന് നമ്മൾ പറയുന്നത് നിനക്ക് അല്ലേ, അള്ളാഹുവിന്റെ ജസ ഉണ്ടാവട്ടെ. ജസാക അല്ലാഹ് പറയുന്ന പോലെ യക്ഫീക, ഫസയക്ഫീക, വളരെ ഉടനെ തന്നെ നിനക്ക് എന്താണ്, അള്ളാഹു മതിയാകുന്നതാണ്. ഹും, എന്തിന്, അവർക്കെതിരെ, ഹും അല്ലെ, കായും ഹുമ്മും രണ്ടും ലമീർ മുത്തസിലാണ്, ഡബിൾ അറ്റാച്ച്മെന്റ് ആണ്. അപ്പം നിനക്ക് അവർക്കെതിരെ അള്ളാഹു സുബ്ഹാനഹു വ തആല മതിയാകുന്നതാണ്. അള്ളാഹ് മതി, അതിന്റെ കൂടെ ഈ സ എന്നുള്ള വാക്കിന് രണ്ടർത്ഥം ഉണ്ട് അല്ലെ, അള്ളാഹ് എത്രയും പെട്ടെന്ന് തന്നെ മതിയാവുന്നതാണ്, ഉറപ്പായിട്ടും മതിയാവുന്നതാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, പിന്നെ ഇനി എന്ത് വേണം നമുക്ക് അല്ലെ, സൂൺ, പെട്ടെന്ന് തന്നെ അള്ളാഹ് നമുക്കത് പെട്ടെന്ന് തന്നെ, അതായത് ചിലപ്പോൾ നമ്മളെ ഉള്ളിലൊക്കെ ചില കാര്യങ്ങൾ അള്ളാഹ് ഇത് തെറ്റാണല്ലോ 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 എന്ന് തോന്നിയാലും അത് പുറത്തേക്ക് നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് നമ്മൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഇവരെന്ത് വിചാരിക്കും, അവർക്ക് വിഷമാവല്ലോ, അവരല്ലേ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ, അവരെ നമ്മളെപ്പോഴും കാണണ്ടേ, അങ്ങനെയുള്ള ചിന്തകളാണ് നമുക്ക് വരാം അല്ലെ. അപ്പൊ നമ്മൾ നമ്മളെ മനസ്സിനോട് തന്നെ ഫസയക്ഫീകഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി, സുബ്ഹാനല്ലാഹ് അല്ലെ, അള്ളാഹ് മതി അവർക്കെതിരെ നമുക്ക്, അള്ളാഹ് നമ്മളെ വെറുതെ വിടൂല, അള്ളാഹ് നമ്മളെ ഒഴിവാക്കൂല. വഹുവ സമീഉൽ അലീം, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. സമീഅ, എല്ലാം കേൾക്കുന്നവൻ അല്ലെ. എന്താ കേൾക്കുന്നത്, അവരുടെ വർത്തമാനങ്ങൾ അല്ലെ, അവര് നിങ്ങൾക്കെതിരെ ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, കാരണം നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കഴിയുമ്പോ പിന്നെ അവര് ഓള് വലിയൊരു ദീന് അല്ലെ, ഒരു വലിയ മുസ്ലിം ഇതുവരെ നമ്മൾ വിചാരിച്ച മുസ്ലിം അല്ല മുസ്ലിം എന്ന് നമ്മൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആയത്തുകളിൽ കണ്ടു അല്ലെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് പറഞ്ഞത് എല്ലാം ഉൾക്കൊള്ളുന്നവനാണ് മുസ്ലിം, എല്ലാം അനുസരിക്കുന്നവനാണ് മുസ്ലിം, അതാണ് മുസ്ലിം എന്ന് അവർക്കറിയില്ല. സുബ്ഹാനല്ലാഹ്, അപ്പൊ സ്വാഭാവികമായും അവര് പറയും അല്ലെ, നമ്മൾക്കെതിരെ പറയും. അപ്പം അതൊക്കെ എന്താണ്, അള്ളാഹു കേൾക്കുന്നുണ്ട്. അൽ അലീം, അവൻ അറിയുന്നുമുണ്ട്. എന്താണ് അവൻ അറിയുന്നത്, ഇനി അവര് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്താലും അവൻ അറിയാം, നിങ്ങൾ വിഷമിക്കേണ്ട, അള്ളാഹു ഉണ്ട് നിങ്ങളുടെ കൂടെ. സുബ്ഹാനല്ലാഹ്, ഇത് ജൂതന്മാരുടെയും
ക്രിസ്ത്യാനികളുടെയും കേസിൽ ആ സമയത്തെ വിശ്വാസികളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണെങ്കിലും ഇന്നത്തെ കാലത്ത് നമുക്ക് ഭയങ്കര ആവശ്യമുള്ള കാര്യം അല്ലെ. ഓരോ ദിവസവും നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ചില സ്ഥലത്ത് പോവും, എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ അവരുടെ കണ്ടീഷൻ ചിലപ്പം ആന്റി ഇസ്ലാമിക് ആയിരിക്കും, ഇസ്ലാമിനെതിരെയുള്ളതായിരിക്കും അല്ലെ. നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റൂല. ഇപ്പം നമ്മളൊരു സ്കൂളിലോ ഒരു ഓഫീസിലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു അഡ്മിഷനോ ജോലിക്കൊക്കെ കയറുമ്പോൾ ഹിജാബ് ഇട്ടുകൊണ്ട് ഇവിടെ കാര്യം നടക്കൂല, അങ്ങനെ പറയാറുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഇസ്ലാമിസിറ്റി, നമ്മൾ ഒരു മുസ്ലിം ആണെന്നുള്ള കാര്യം കോംപ്രമൈസ് ചെയ്താലേ അത് നടക്കൂ എന്ന് പറയുന്ന രീതിയിലുള്ള. ഇനി ഈവൻ നമുക്ക് നമ്മളുടെ ഒരു റിലേറ്റീവ്സിന്റെ കൂടെ അല്ലെ നല്ല രീതിയിൽ ഒത്തു പോകണമെങ്കിൽ പോലും ഇത് അവർ കണ്ടീഷനും നിയമമൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അള്ളാഹ്ക്കെതിരെയുള്ള ഒരു അൺടോൾഡ് ആയിട്ടുള്ള കുറെ കണ്ടീഷൻസ് ഉണ്ടാവും അല്ലെ. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ അവരുടെ കൂടെ കൂടി ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും. അതൊന്നും എഴുതപ്പെട്ട നിയമങ്ങളല്ലെങ്കിൽ പോലും അല്ലെ. അപ്പോൾ നമ്മൾ അതിന് കൂടെ നിന്നിട്ടില്ലെങ്കിൽ ആളുകള് നമ്മളെ എതിർക്കും. നമ്മളുടെ ദീൻ കാരണം നമ്മളെ എതിർക്കും. അവർക്ക് നമ്മളെ ഇഷ്ടം ഉണ്ടാവില്ല, നമ്മുടെ വിശ്വാസം കാരണം അല്ലെ. അപ്പൊ അള്ളാഹ് പറയാണ് ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതൊക്കെ നിന്റെ ദീനിന്റെ ഭാഗമാണ്. അവരെ എതിർക്കും ഫീ ഷിഖാഖ് അല്ലെ. പക്ഷെ അവരെതിർക്കുമ്പം നിങ്ങൾ എന്താ ചിന്തിക്കേണ്ടത്? അല്ലോ ഇനിയിപ്പോ എന്താക്കൂലേ, എന്നാ പിന്നെ കുഴപ്പമില്ല, ഹിജാബ് ഇടാണ്ട് അഡ്മിഷൻ അങ്ങോട്ട് എടുത്തേക്കാം അല്ലെ. അല്ലെങ്കിൽ അള്ളാന്റെ നിയമം തൽക്കാലം അങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് മറന്നു കളഞ്ഞിട്ട് ഇതങ്ങ് ചെയ്തേക്കാം. അല്ലെങ്കിൽ അവരെ കൂടെ അങ്ങ് കൂടിയേക്കാം. അവരെന്താണോ ചെയ്യുന്നത്, കാരണം അവര് നാളെ എനിക്കില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം വന്നാൽ പിന്നെ ആരുണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യണോ അല്ലെ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഒറ്റപ്പെട്ടു പോവും. എങ്ങനെ? അള്ളാഹുവിന് മുമ്പില് അള്ളാഹിന്റെ സഹായം പിന്നെ അവന് കിട്ടൂല. നമുക്ക് എന്ത് പവറാ ഉള്ളേ, എന്ത് സ്ട്രെങ്താ നമുക്കുള്ള, അള്ളാഹ് ഇല്ലാതെ സർവൈവ് ചെയ്യാൻ അല്ലേ. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട്, ഇവരെ സ്നേഹിക്കാൻ വേണ്ടി ചെയ്തിട്ട് അള്ളാഹ് നമ്മളെ കൈ ഒഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ഉള്ളത്? അള്ളാഹിന്റെ സഹായം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല അല്ലെ. അപ്പം അള്ളാഹുല് തവക്കുൽ ചെയ്ത് അള്ളാഹ് മതി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അള്ളാഹിനെ അനുസരിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് മതി? അള്ളാഹ് തന്നെ മതി. അള്ളാഹ് ഉടനെ തന്നെ മതിയാകും. അള്ളാഹ് നിശ്ചയമായും മതിയാകും. സുബ്ഹാനല്ലാഹ്. ഒരു സ്റ്റോറി നമ്മളെ ടീച്ചർ ഈ ഒരു ക്ലാസ് എടുക്കുമ്പോൾ പറയുണ്ടായിരുന്നു. ഒരു വാപ്പ മരിക്കാൻ പോകുമ്പോൾ 3 മക്കള് അവർക്ക് പ്രോപ്പർട്ടി കൊടുത്തിട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയും, നിങ്ങൾ ഇത് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലിശ ഇടപാടുകളിലേക്കൊന്നും നിൽക്കരുത്. നിങ്ങൾ എന്താണ് അള്ളാഹ്ക്ക് തൃപ്തിയുള്ള പോലെ ഹലാലായ രീതിയിൽ ചെയ്യണം എന്ന് പറയും. അതിൽ 2 മക്കള് മാന്യമായിട്ട് ഒരു പലിശയും കാര്യങ്ങളും ടച്ച് ചെയ്യാതെ അവര് ആ പ്രോപ്പർട്ടി വിൽക്കുകയും പിന്നെ അവര് മാന്യമായിട്ട് അതിനെ ബിസിനസ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ 3ാമത്തെ മോൻ എന്ത് ചെയ്തു? പലിശ എടുത്തു. പക്ഷെ എന്താ സംഭവിച്ചു വെച്ചാൽ ആദ്യത്തെ 2 മക്കള് അവർ ഇൻഡിപെൻഡന്റ് ആയി നല്ല രീതിയിൽ അവരുടെ ബിസിനസ് വളർന്നു, അവര് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. 3ാമത്തെ ആള് അവര് സപ്പോർട്ട് ചെയ്തിട്ടാണ് അവൻ ജീവിക്കുന്നത്. കാരണം അവൻ എക്സ്ട്രാ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാന്റെ തൃപ്തിക്കെതിരെ പോയി. അള്ളാഹ് മതി എന്ന് തീരുമാനിച്ചവർക്ക് അള്ളാഹ് മതിയായിരുന്നു. അപ്പം അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും, പലിശയാണെങ്കിലും എന്ത് കാര്യം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അള്ളാഹിനെ നമ്മൾ അനുസരിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ നമുക്കത് അത് എതിർക്കും അല്ലെങ്കിൽ അത് ഒഴിവാക്കുമ്പോൾ നമുക്ക് അള്ളാഹു മതിയാവും. നമുക്ക് പലതും തോന്നും, അല്ലോ ഇതില്ലാണ്ട് എങ്ങനെ നടക്കും, അല്ലെങ്കിൽ ആ പൈസ ലോൺ എടുക്കാതെ എങ്ങനെ കാര്യം നടക്കും, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാതെ എങ്ങനെ നമ്മൾ ജീവിക്കും, അവരെ നമ്മൾ കാണേണ്ടതല്ലേ എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അള്ളാഹ് മതി നമുക്ക്. ഓക്കെ. അപ്പം ഒരാളെ അനുസരണക്കേട് കാണിക്കുക, അസ്ലം തുലി റബ്ബിൽ ആലമീൻ അല്ലാതായിരിക്കുക എന്നൊക്കെ ഉള്ള സാഹചര്യം വരുമ്പം അള്ളാഹു എന്ത് ചെയ്യും? അവന് കൈയൊഴിയും. അവന് ഒരുപാട് കാലം സർവൈവ് ചെയ്യാൻ പറ്റൂല. ഇനി കുറച്ചു കാലം ഇനി അവൻ സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്താ പഠിച്ചത്? ഈ മത അല്ലെ, ദുനിയാവിലെ ഈ മത എന്താണ്? ഖലീലാണ്, കുറച്ചു കാലേ ഉണ്ടാവുള്ളൂ അല്ലെ. എന്താണ് എന്നെന്നും നിലനിൽക്കുന്നത്? ആഖിറാണ്. അപ്പൊ അള്ളാഹിനെ അനുസരിക്കാതെ നമ്മൾ ദുനിയാവിൽ ഇനി എന്തുണ്ടാക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ, എന്ത് സന്തോഷം നമുക്ക് കിട്ടുന്നു വിചാരിച്ചാലും, ഏത് ആൾക്കാരും നമ്മളെ കൂടെ നിൽക്കുന്നു വിചാരിച്ചാലും ആ മതാക്ക് എന്താണ്? ഖലീലാണ്. അപ്പൊ അള്ളാഹ് പറയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ ഞാൻ സംരക്ഷിച്ചോളാം. ലോകം മുഴുവനും നിങ്ങൾക്കെതിരെ നിന്നാലും ഞാൻ സംരക്ഷിച്ചോളാം. സത്യം പറയുകയാണെങ്കിൽ നമ്മളൊരു മുസ്ലിം ആവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ 1 ബൈ 1 ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ നമുക്കെതിരെ തിരിയുന്നത് കാണാം. തിരിയും. അപ്പോഴാണ് നമ്മൾ ഇസ്ലാം ആവുന്ന, അപ്പോഴേ നമ്മൾ മുസ്ലിം ആവുന്നുള്ളൂ, അള്ളാഹുവിന് കീഴൊതുങ്ങുന്നുള്ളൂ. പക്ഷെ
അതൊക്കെ നമ്മളുടെ ഈമാന്റെ ടെസ്റ്റുകളാണ് അല്ലെ. ഫസയക്ഫീകഹുമുല്ലാ, അള്ളാഹ് എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടോ എന്ന് ഇത് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അല്ലെ. ഫസയക്ഫീകഹുമുല്ലാ, എന്നിട്ട് അവൾ അത് വിശ്വസിക്കുന്നോ നോക്കാൻ വേണ്ടി ഇന്ന് മുതൽ വരും ടെസ്റ്റുകളുമായിട്ട്. അള്ളാഹു സുബ്ഹാനഹു തആല, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, ഒരു വല്ലാത്തൊരു സുഖാണ് അതനുസരിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിന് എന്താണ് ആ ഒരു ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും തിരിഞ്ഞു നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അള്ളാഹ് മതി അല്ലെ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പോലെ ഹനീഫായിട്ട് മുസ്തഖീമായിട്ട് അല്ലെ, സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ട്, ഒരിക്കലും തോറ്റു കൊടുക്കൂല എന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു മതി. വഹുവ സമീഉൽ അലീം. ശരിക്കും എത്ര ഭംഗിയായിട്ടാണ് അള്ളാഹുവിന്റെ പേരുകൾ ഉപയോഗിക്കുന്നത് അല്ലെ, ഓരോ കോണ്ടെക്സ്റ്റിലും കറക്റ്റ് മാച്ച് ആവുന്നത് പോലെ. വഹുവ സമീഉൽ അലീം, അവൻ കേൾക്കുന്നു, അവൻ അറിയുന്നു. ഇവിടെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത് കൊടുക്കാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പം ആളുകൾ പരസ്പരം നമുക്കെതിരെ സംസാരിക്കും അല്ലെ. അവര് ഗൂഢാലോചനകൾ ഉണ്ടാവും, പരദൂഷണങ്ങൾ ഉണ്ടാവും, എന്നാലോ ഉള്ള ഒരു വലിയ സംഭവമാക്കലാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമുക്കൊന്നും അറിയാത്തതാണോ ദീൻ? വരും, അതൊക്കെ വരും. അപ്പം അവര് സംസാരിക്കുന്ന സീക്രട്ട് സംസാരങ്ങൾ ആർക്കറിയാം? അസ്സമിയായ റബ്ബിനറിയാം. ഇനി അവരതിന്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും ഉപദ്രവം വരുത്താന്ന് വെക്കുക, അവര് നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യാന്ന് വെക്കുക, ഇത്രയധികം അറ്റാക്കുകൾ വന്നിട്ടുള്ള ഒരാള് ഒരു പക്ഷെ ഭൂമിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇത്ര അധികം അറ്റാക്കുകൾ, കൊലപാതക ശ്രമങ്ങൾ നടന്നിട്ടുള്ള ഒരാള് ഭൂമിയിൽ തന്നെ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ അവർക്ക് അള്ളാഹു മതിയായിരുന്നു, അള്ളാഹു അവരെ സംരക്ഷിച്ചു. അപ്പൊ അതേ സംരക്ഷണം, അതേ അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്കും വേണം അല്ലെ, നമുക്കും അത് ഉണ്ടാവണം. അതിന് നമ്മൾ എന്തായിരിക്കണം? മുസ്ലിം ആയിരിക്കണം അല്ലേ. മുസ്ലിം എന്ന് ഇപ്പൊ പറയുമ്പോ സുബ്ഹാനല്ലാഹ്, പണ്ടത്തെ നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പ് നമ്മൾ മനസ്സിലാക്കിയ മുസ്ലിമും ഇപ്പൊ നമുക്കറിയുന്ന മുസ്ലിമും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് എല്ലാ അർത്ഥത്തിലും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പോലെ കീഴൊതുങ്ങിയവരാണ് മുസ്ലിം. അപ്പൊ അള്ളാഹുവിന്റെ ആ സംരക്ഷണം വേണമെങ്കിൽ നമ്മൾ മുസ്ലിം ആയിരിക്കണം. അടുത്ത ആയത്ത്, സിബഗാത അല്ലാഹ് വമൻ അഹ്സനു മിനല്ലാഹി സിബഗാഹ് വനഹ്നു ലഹു ആബിദൂൻ. അള്ളാഹുവിന്റെ വർണ്ണം സ്വീകരിക്കുക. അള്ളാഹുവിന്റെ വർണ്ണത്തെക്കാൾ വിശിഷ്ടമായി ആരുടെ വർണ്ണമുണ്ട്? അവനെയാണ് ഞങ്ങൾ വഴിപ്പെടുന്നത്. സിബഗാത അല്ലാഹ്, സിബഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ, വർണ്ണം. സ്വാദ് ബ ഓയിൻ, ഈ ഒരു വാക്ക് മാത്രമേ ഒരു പക്ഷേ പുതിയ റൂട്ട് ഉണ്ടാവുള്ളൂ അല്ലെ. ഇന്ന് ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്ന റൂട്ടുകളാണ്. അള്ളാഹ്, അള്ളാഹുവിന്റെ, വമൻ ആര്, അഹ്സനു ഏറ്റവും നല്ലത് അല്ലെ, ഇതൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. മിൻ അള്ളാഹ് അള്ളാഹുവിനേക്കാൾ, സിബ വർണ്ണത്തിന്റെ കാര്യത്തിൽ, വനഹ്നു ഞങ്ങൾ, ലഹു അവന്, ആബിദൂൻ ഇബാദത്ത് ചെയ്യുന്നവരാണ്. തഫ്സീർ നോക്കാം. അള്ളാഹു പറയണ സിബാത്ത് അള്ളാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ കളറ് സ്വീകരിക്കുക, അള്ളാഹുവിന്റെ വർണ്ണം, അള്ളാഹുവിന്റെ കളർ എടുക്കുക. സിബ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഒരു വാക്കില്, ലൗൻ, ലൗന്. പശുവിന്റെ കാര്യം പറഞ്ഞപ്പോ, പശുവിനെ ഇറക്കാൻ പറഞ്ഞപ്പോ അവര് പല ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ ഇടയിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു എന്താണ് കളർ എന്ന്. ഈ ലൗനും സിബായും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ലൗൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നിന്റെ ഒറിജിനൽ കളറാണ്. അപ്പൊ പശുവിന്റെ കാര്യത്തിൽ പശുവിന്റെ ബോഡീന്റെ കളർ, ഒറിജിനൽ ആയിട്ടുള്ള കളറാണ് ലൗൻ. ഇപ്പം ഒരു ആപ്പിൾ എടുക്കുക, ആപ്പിളിന്റെ ഒറിജിനൽ കളറ് റെഡ് ആണ്. സിബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മുകളില് മേലെ വീണ്ടും നമ്മൾ മാറ്റുന്ന കളർ, അല്ലെങ്കിൽ അതിനെ അഡോപ്റ്റ് ചെയ്യുന്ന കളറിനാണ്, പുതിയതാക്കിയിട്ട് മാറ്റി അടിക്കുന്ന കളറിനാണ് സിബ എന്ന് പറയുന്നത്. ഒറിജിനൽ കളർ ലൗന്, മാറ്റുന്ന കളർ സിബ. അപ്പൊ നമ്മളൊക്കെ ഒരു വൈറ്റ് മതിലുണ്ട്, നമ്മൾ അതൊക്കെ മാറ്റി ഫുൾ യെല്ലോ, മഞ്ഞാക്കി അടിക്കുകയാണ്. അപ്പം ഈ മഞ്ഞയാണ് സിബ, വൈറ്റ് ലൗനാണ്. ഓക്കെ. അപ്പൊ സിബ എന്ന് പറയുന്ന വാക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ആരുടെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്, ഇപ്പൊ ഒരാളെ സ്വഭാവം, നമ്മൾ എനിക്കെന്താ ഓന്റെ സ്വഭാവം കിട്ടിയാണോ, ഓളെ സ്വഭാവം കിട്ടിയാണോ എന്നൊക്കെ പറയില്ല. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാളെ ക്യാരക്ടർ എടുക്കുന്നതിന് സിബ എന്ന് പറയും. അതുപോലെ ആരെങ്കിലും ആയാലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. അപ്പൊ അവര് പറയുന്നത് പോലെ, ഇപ്പൊ അവര് പറയുന്ന പോലെയാണല്ലോ എന്റെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവരെ പോലെയാണല്ലോ, നമുക്ക് ഇൻഫ്ലുവൻസ് ഇല്ല. ഇന്നത്തെ കാലത്ത് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര കോമൺ ടേം, പ്രത്യേകിച്ച് നമ്മളെ മക്കളുടെ ഇടയിൽ അല്ലെ. ഇൻഫ്ലുവൻസേഴ്സ്, അവരൊക്കെ യൂട്യൂബിലെയും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സിന്റെ പിന്നാലെയാണ്. അവരെന്താണോ ചെയ്യുന്നത്, അവരെന്താണോ പറയുന്നത്, അത് ചെയ്ത് നടക്കുന്ന ഒരു കാലമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതിനും സിബ എന്ന് പറയും.
അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, നിങ്ങള് എന്താണ് ആൾക്കാരുടെ സിബഗയല്ല എടുക്കേണ്ടത്, ആരുടെയാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിബഗയാണ് എടുക്കേണ്ടത്, അള്ളാഹുവിന്റെ കളറാണ് എടുക്കേണ്ടത് അല്ലെ. കാരണം സാധാരണ നമ്മൾ എന്താ ചെയ്യാ, ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യും. അവരെന്ത് ഡ്രസ്സാണോ ഇടുന്നത്, ഒരു സമൂഹത്തിലേക്ക് പോകുമ്പോൾ അവിടെ അവര് എന്തിട്ടാണോ വരുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ അവിടെ ഇട്ടിട്ട് പോണത് അല്ലെ. അപ്പം അവരെന്താണോ സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇനി അവര് ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ഓരോ ഏരിയയിലും എന്ത് ഇന്നോവേഷൻ കൊണ്ടുവരുന്നു, അതായത് ഖുർആനിലും സുന്നത്തിലും ഒരുപക്ഷെ ഉർഫിലും ഇല്ലാത്ത, അതായത് ചില കാര്യങ്ങൾ നാട്ടുനടപ്പ് പ്രകാരം അംഗീകരിക്കപ്പെടുന്നതാണ്, അതിൽ പോലും ഇല്ലാത്ത പുതിയ പുതിയ ഇന്നോവേഷൻസ് അവർ ജീവിതത്തിന്റെ പല മേഖലകളിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ സിബാന്റെ പിന്നാലെ പോകും അല്ലെ. അത് നടക്കുന്നതാണ്, സ്വാഭാവികമാണ്. പക്ഷെ അള്ളാഹ് പറയാണ് എന്താണ്, സിബാത്ത് അള്ളാഹ്, നിങ്ങള് അള്ളാഹുവിന്റെ സിബാ, അള്ളാഹുവിന്റെ കളർ അടിച്ചോ. അള്ളാഹുവിന്റെ കളർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീൻ അല്ലെ, മുസ്ലിം ആയിരിക്കാൻ വേണ്ടിട്ട് അള്ളാഹ് പറയണം. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിനെ കളർ എന്ന് വിളിക്കുന്നത്, സിബഗ എന്ന് വിളിക്കുന്നത്? 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മേലെ കളറാക്കി കഴിഞ്ഞാൽ, അതിന് ചായം മുക്കി കഴിഞ്ഞാൽ അത് ഒബ്വിയസ് ആണല്ലേ, അതിന് പിന്നെ നമുക്ക് മറച്ചു വെക്കാൻ പറ്റൂല. ഇപ്പൊ ഒരു മതില് നമ്മൾ പറഞ്ഞു ആദ്യം വെള്ളയായിരുന്നു, ആ വെള്ളം മാറ്റി നമ്മൾ മഞ്ഞ അടിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും കാണാൻ പറ്റും, ആ വ്യത്യാസം നമുക്ക് മിസ്സായി പോവില്ല, അതിന്റെ വ്യത്യാസം നമുക്ക് ഒരിക്കലും മിസ്സാവൂല. അപ്പം ഒരാൾ ഇതുപോലെ അള്ളാഹുവിന്റെ ദീനിനെ സ്വീകരിച്ചു കഴിഞ്ഞാല് ആ ശരിക്കും അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ദീനെ സ്വീകരിക്കുക എന്ന് പറയുന്നതിന് പല ലെവലുകൾ ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ പറഞ്ഞ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് എന്താ, അള്ളാഹുവിന് പരിപൂർണമായിട്ട് കീഴൊതുങ്ങൽ അല്ലെ. നമ്മളൊരു ക്ലാസ് മുഴുവനും പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ ആയ രീതിയിൽ ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിനെ സ്വീകരിച്ചു കഴിഞ്ഞാല് ആ കളറ് ശരിക്കും അവന്റെ മേലെ കാണാനുണ്ടാവും. അവൻ സംസാരിക്കുമ്പോഴും അവൻ ജീവിക്കുമ്പോഴും അവൻ പെരുമാറുമ്പോഴും അവൻ ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ ഡ്രസ് ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും എണീക്കുമ്പോഴും ഒക്കെ അത് കാണണം. അങ്ങനെ ആയിരിക്കും അള്ളാഹുവിന്റെ ദീനിന്റെ ദീനിന്റെ കളറ് എടുത്തു കഴിഞ്ഞാൽ അവന്റെ എല്ലാ ആസ്പെക്റ്റിലും അത് ഉണ്ടാവും, കാണിക്കും. ചിലര് പറയും എനിക്ക് എന്റെ ദീനൊക്കെ ഹൃദയത്തിലാണ് അല്ലെ, എന്റെ ദീനൊക്കെ ഹൃദയത്തിലാണ്. അത് മതിയാവൂല. നമ്മളുടെ എല്ലാ വ്യവഹാരങ്ങളിലും നമ്മുടെ എല്ലാ ഡീലിങ്സിലും അത് കാണണം. നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യം പറയണമെങ്കിൽ അത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്തതാണ്, അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ദീനിനെ ഒളിപ്പിച്ചു വെക്കാൻ പറയുന്നത്. നമ്മുടെ അവയവങ്ങളിൽ മാത്രം ദീനുള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ദീനിനെ ഒളിപ്പിച്ചു വെക്കാൻ പറയുക. കാരണം അവയവങ്ങളിൽ മാത്രം ദീനുള്ളപ്പോൾ ചിലപ്പോൾ നമ്മുടെ നാവുകൾ ദിക്റെടുക്കുന്നുണ്ടാവും, കയ്യും കാലും നിസ്കരിക്കുന്നുണ്ടാവും അല്ലെ, ഖുർആൻ ഓതുന്നുണ്ടാവും. പക്ഷേ ചിലപ്പം ആളുകളുടെ ഇടയിലേക്ക് വരുമ്പം അവിടെ നമ്മളുടെ ദീൻ ടഫ് ആവുമ്പം നമ്മളുടെ ദീനെ നമ്മൾ മെല്ലെ കൺസീൽ ചെയ്ത് വെക്കും, ഒളിപ്പിച്ചു വെക്കും. കാരണം നമ്മളുടെ ദീൻ ഹൃദയത്തിലില്ല, അവയവങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഹൃദയത്തിൽ ദീൻ ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ അവയവം, ആ കളർ നമ്മൾ കാണിക്കണം, ആ കളർ കാണും. ആക്ച്വലി ഹൃദയത്തിൽ ദീൻ ഉണ്ടെങ്കിൽ ആ കളർ പുറത്ത് കാണും, മനസ്സിലാവും. അപ്പം ശരിക്കും അത് നമുക്ക് തന്നെ മറ്റുള്ളവരെ വിലയിരുത്താൻ പറ്റും. അവരുടെ ദീന് ചില സാഹചര്യങ്ങളിൽ എത്തുമ്പോൾ അത് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലല്ല ദീനുള്ളത്, അവയവങ്ങളിലാണ് ദീനുള്ളത്, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ശരിക്കും നമ്മളുടെ ഹൃദയത്തിൽ ദീൻ ഉണ്ടെങ്കിൽ, ഹൃദയം കൊണ്ട് നമ്മൾ ദീനിനെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ സിബ പുറത്തേക്ക് വരും, കാണും. ആ ഒരാളുടെ വ്യക്തിത്വത്തിൽ അയാളുടെ ഓരോ കാര്യങ്ങളും അത് കാണും. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടേക്കോ ഇനിയും ഒരുപാട് ചേഞ്ച് ആവാനുണ്ട്. നമ്മളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ ഒരുപാട് നമ്മൾക്ക് സിബ അങ്ങോട്ട് പുറത്തേക്ക് വരാനുണ്ട്, ആഗ്രഹമുണ്ട്, ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പല കാര്യങ്ങളിലും ഇപ്പോഴും നമ്മളുടെ കളേഴ്സ് പുറത്ത് വന്നിട്ടില്ല അല്ലെ. ദീൻ ഹൃദയത്തിൽ ചിലപ്പോൾ ഹൃദയത്തിൽ തന്നെ ഒരു പക്ഷെ പല സ്ഥലങ്ങളിലും ഇനിയും ദീൻ കയറിയിട്ടുണ്ടാവില്ല അല്ലെ. നമ്മൾ തൗഹീദ് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊന്നും തൗഹീദിലേക്ക് എത്തിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാ അർത്ഥത്തിലും കീഴൊതുങ്ങുന്നു നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പലപ്പോഴും നമ്മൾ നമ്മുടെ നെഫ്സിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ നമ്മളുടെ ആ സിബ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ അള്ളാഹ് പറയാണ്, സിബഗത്ത് അള്ളാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ കളറ് സ്വീകരിക്കുക. ഇനി അള്ളാഹുവിന്റെ ദീനിനെ സിബ എന്ന് പറയാനുള്ള 2ാമത്തെ കാരണം. 1ാമത്തെ കാരണം നമ്മൾ പറഞ്ഞു, സിബ അള്ളാഹുവിന്റെ ദീനിന്റെ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് കാണും, വ്യക്തമായിരിക്കും എന്ന് പറഞ്ഞു. 2ാമത്തത് എന്താന്ന് വെച്ചാല് അത് അവനിൽ തന്നെ നിലനിൽക്കും. ആ സിബ അടിച്ചു കഴിഞ്ഞിട്ട് അതങ്ങ് പോവൂല. ഒരു പുതിയ ചായം അടിച്ചു കഴിഞ്ഞാൽ അവൻ പോവൂല. അവൻ ശരിക്കും അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്നുള്ള അർത്ഥത്തിൽ ദീനിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ
അവനത് വിട്ടു പോകാൻ പറ്റില്ല. അതിനകത്ത് അവൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അവൻ എന്തിൽ പെടും? ഫലാത്തമോത്തുന്ന ഇല്ലാവ അന്തു മുസ്ലിം. ഈ ദീനിന്റെ കൂടെ അല്ലാതെ മരിക്കൂല എന്ന് തീരുമാനിച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരിൽ അവൻ പെടും. അങ്ങനെയുള്ള ആളുകൾ ദീനിനെ ഒരിക്കലും, അതായത് കുറച്ചെടുത്ത് കുറച്ചൊഴിവാക്കുന്ന ആൾക്കാർ. നമുക്ക് ഇനി അസ്ലമത്തുൽ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ചെടുത്ത് കുറച്ചൊഴിവാക്കുന്ന ആൾക്കാരല്ല അല്ലെ. അവര് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പോലെ ഹനീഫാണ്. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെ കീഴൊതുങ്ങിയവരാണ്. അപ്പം അള്ളാഹുവിന്റെ സിബാത്ത് എടുത്തു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയിൽ നിലനിൽക്കും. അത് കുറച്ചെടുത്ത് കുറച്ചൊഴിവാക്കി, അല്ലെങ്കിൽ കുറച്ച് കാലം എടുത്ത് ബാക്കി കാലം ഒഴിവാക്കി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിന് സിബാ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാരണം. അതായത് ഒന്ന് എവിഡന്റ് ആയിരിക്കും, പ്രത്യക്ഷമായിരിക്കും, കാണാൻ പറ്റും. രണ്ട്, അത് അവന് തന്നെ നിലനിൽക്കും. ഇത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു വസ്ത്രത്തിൽ ചായം മുക്കുന്നവര് ഇത് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലാവും ഈ നിലനിൽക്കുന്നുള്ള കാര്യം. അതായത് നിങ്ങൾ പരിചയം ഉണ്ടോന്ന് അറിയില്ല. ഈ ഒരു ഡ്രസ്സ് ചായം പെയിന്റ് ചെയ്യല് ഡിഫറെന്റ് ആണ് കേട്ടോ. പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡ്രസ്സിന്റെ മുകളിൽ കുറച്ച് ഭാഗത്ത് ഒരു പെയിന്റിങ് ബ്രഷ് എടുത്തിട്ട് ചെയ്യലാണ്. ചായം മുക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വലിയൊരു പോട്ടിനകത്ത് വെള്ളം അല്ലെ, അത് തീയിട്ട് കത്തിച്ച് അതിനടിയിൽ തീ വെച്ച് കത്തിച്ച് അതിലേക്ക് കളർ ഇട്ടിട്ട് ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് ഡ്രസ്സ് ഡിപ്പ് ചെയ്തിട്ട് ആ തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് ആ കളർ അതങ്ങ് അബ്സോർബ് ചെയ്യണം. അങ്ങനെ ആ ഒരു ഡ്രസ്സിനെ അങ്ങോട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ കളറ് മാറൂല. അത് അതിന്റെ മുകളിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടിരിക്കും. അത് എത്ര ഇതായാലും അത് പോവില്ല. ആ കളറ് ശരിക്കും അതിന്റെ മുകളിൽ അതാണ് ആ പുതിയ കളർ. അപ്പം എന്താണ് ശരിക്കും ഉള്ള പ്രയാസത്തിലൂടെ കടന്നു വന്നിട്ട് മാറിയ ചായ ആണത്. ഓക്കെ. അപ്പൊ നമ്മളുടെ മുകളിൽ ദീനാകുന്ന സിബുക സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പ്രയാസത്തിലൂടെ തന്നെ ഉണ്ടാക്കിയ ദീനായിരിക്കണം. ഈസി ആയിട്ട് ഉണ്ടാക്കിയ ദീനൊന്നും പറ്റൂല. നമുക്കറിയാം പലരും നിസ്കരിക്കാൻ തുടങ്ങും അല്ലെ, ഹിജാബ് ഇടും, അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ തോതിൽ ദീനക്കായി വരുമ്പോൾ എവിടെയെങ്കിലും നിന്നും ചെറിയ പ്രഷർ വരുമ്പോൾ, കുടുംബത്തിൽ നിന്നോ പുറത്തു നിന്നോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നൊക്കെ പ്രഷർ വരുമ്പോൾ മെല്ലെ മെല്ലെ അതിനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ഒഴിവാക്കും. അങ്ങനെ ഈസി ആയിട്ട് അടിക്കുന്ന ചായം ഒരുപാട് കാലത്ത് നിൽക്കൂല. അപ്പൊ നമ്മൾ ഈ ചായം മുക്കുന്ന കേസിൽ തന്നെ ഒരു പാത്രത്തിൽ ചായം കലക്കി അതിനകത്ത് ഡ്രസ്സും കൊണ്ട് മുക്കിയെടുത്ത് നമ്മൾ അതിനെ ഉണക്കി കളറൊക്കെ ആക്കിന്ന് വെച്ചോ, ഈ കളർ നമ്മൾ വാഷ് ചെയ്താൽ അത് അങ്ങ് പോകും. അതേസമയം ആദ്യം പറഞ്ഞ പോലെ പ്രോപ്പർ ചായം മുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അല്ലെ, ചൂടാക്കി അതിൽ കളർ ഒഴിച്ച് അതിനകത്ത് ഡിപ്പ് ചെയ്ത് കളർ മാറ്റുന്ന കേസിൽ ആ കളർ ഒരിക്കലും പോകില്ല. അത് അത്രയും ഹീറ്റ് അനുഭവിച്ചിട്ടുണ്ട്, അത്രയും പ്രഷർ അനുഭവിച്ച് ബുദ്ധിമുട്ടി വന്നിട്ടുള്ള ചായ ആണത് അല്ലെ. അപ്പൊ അതിനെ അങ്ങനെ പെട്ടെന്നൊന്നും കഴുകി കളയാൻ പറ്റൂല, അത് പെട്ടെന്ന് ആ കളറ് പോവില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ ദീനിൽ ഫേം ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. നമുക്ക് ദീനിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അതിന്റെ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു വന്നിട്ട് തന്നെ നമ്മൾ ആ കളർ അടിക്കണം നമ്മളെ മേല്. അപ്പൊ ദീനിന് സിബഗ എന്ന് പറയാനുള്ള രണ്ട് കാരണങ്ങൾ. ഒന്ന്, സിബഗ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഫറൻസ് ശരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കാണാനുണ്ടാവും. രണ്ട്, സിബഗ വന്നു കഴിഞ്ഞാൽ ആ സിബഗ നമ്മളുടെ മേലെ തന്നെ ഉണ്ടാവും, അത് അങ്ങോട്ട് പോവില്ല. അത് ശരിയായ പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന രീതിയിൽ ശരിക്കുള്ള ചായ മുക്കലാണെങ്കിൽ അത് നമ്മളെ മേലെ തന്നെ ഉണ്ടാവും, അത് നമ്മളെ അടുത്തുനിന്ന് പോവില്ല. അല്ലെങ്കിൽ തോന്നുമ്പോൾ വന്ന് തോന്നുമ്പോൾ പോകുന്ന കാര്യമായിരിക്കില്ല. കാരണം നമുക്കറിയാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാര്യം അല്ലെ, അദ്ദേഹം സഫർ ചെയ്യാത്ത ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ എത്രത്തോളം, അതായത് ഒന്ന് കഴിഞ്ഞ് അദ്ദേഹം ഓരോരോ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. അത്രത്തോളം അദ്ദേഹം അതിനകത്ത് ഫേം ആയിരുന്നു അല്ലെ, സ്റ്റഡ് ഫാസ്റ്റ് ആയിരുന്നു, ഭയങ്കര ഉറച്ചു നിൽക്കുന്ന ആളായിരുന്നു. ഹനീഫൻ മുസ്തഖീമൻ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ ദീൻ എന്തായി, അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് മാറി. ഈ കളറ് പോലെ അദ്ദേഹത്തിന്റെ ബോഡീന്റെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി. അദ്ദേഹത്തിന് പിന്നെ അതില്ലാതെ ജീവിക്കാൻ പറ്റൂല എന്നായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം മക്കൾക്ക് കൊടുത്തതും അതാണ് അല്ലെ. നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാകുമ്പോൾ നമ്മൾ മക്കൾക്ക് മരിക്കുമ്പോഴും അല്ലെ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ കൊടുക്കുക, അത് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിന്റെ ദീൻ, ആ കളറ് നിങ്ങൾ എടുക്കുക, സിബാത്ത് അള്ളാഹ്. അല്ലാതെ അവിടെ പോയി ആ ആൾക്കാർ ചെയ്യുന്നത് കോപ്പി ചെയ്ത് ഇവിടെ വന്ന് ഈ ആൾക്കാർ, നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യമേ ഇല്ല അല്ലെ. സിബാത്ത് അള്ളാഹ്, അള്ളാഹുവിന്റെ കളറ്. ഒമൻ അഹ്സനു മിനല്ലാഹി സിബഗ, ആരുണ്ട് അള്ളാഹുവിനേക്കാൾ ബെറ്റർ ആയിട്ട് കളർ തരുന്ന കാര്യത്തിൽ അല്ലെ. ഏറ്റവും ബെസ്റ്റ് കളറ്, ബെസ്റ്റ് ക്ലോത്തിങ് എവിടുന്നാ കിട്ടുക? അള്ളാന്റെ കളറിൽ നിന്നാണ്, അള്ളാന്റെ ദീനിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിന്റെ ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല കാണിച്ചു തന്ന വഴിയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളില്ലേ ഒരു ഷോപ്പിലൊക്കെ ചെന്ന് ഡ്രസ്സൊക്കെ വാങ്ങാൻ നിൽക്കുമ്പോൾ കുറെ കളേഴ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ആവും അല്ലെ. ആ റെഡ് എടുക്കണോ, ഈ പിങ്ക് എടുക്കണോ, ആ ബ്ലൂ എടുക്കണോ, ആ വയലറ്റ് എടുക്കണോ? സുബ്ഹാനല്ലാഹ്, കൺഫ്യൂഷൻ ആവും അല്ലെ. അപ്പൊ
ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. അതേപോലെ ദുനിയാവിലും ഒരുപാട് വഴികളുണ്ട്. എന്ത് കാര്യം ചെയ്യാനും ഒരുപാട് വഴികളുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഒരുപാട് വഴികളുണ്ട്, ജീവിക്കാൻ ഒരുപാട് വഴികളുണ്ട്, സംസാരിക്കാൻ ഒരുപാട് രീതികളുണ്ട്, വസ്ത്രം ധരിക്കാൻ ഒരുപാട് രീതികളുണ്ട്. പക്ഷേ അള്ള പറയണ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. എന്തെങ്കിലും അവിടെ പോയി അവര് ചെയ്യുന്ന പോലെ ഇവര് ചെയ്യുന്ന പോലെ അതുപോലെ ഇതുപോലെ ചെയ്ത് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾക്ക് ഇതാ ഒരു കളർ ഞാൻ തന്നിരിക്കുന്നു, സിബാത്ത് അള്ളാഹ്. അള്ളാഹുവിന്റെ കളർ നിങ്ങൾ സ്വീകരിച്ചു, അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾ സ്വീകരിച്ചു. അതാണ് ഏറ്റവും ബെസ്റ്റ് വഴി, അതാണ് സക്സസ്ഫുൾ ആൾക്കാരുടെ വഴി. സിബാത്ത് അള്ളാഹ് വമൻ അഹ്സനു മിനല്ലാഹി സിബാ. ബെസ്റ്റ് റിലീജിയൻ, ബെസ്റ്റ് മതം, ബെസ്റ്റ് രീതി, ബെസ്റ്റ് വഴി, ബെസ്റ്റ് കളറ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്. വനഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ എന്താണ് അവന് ഇബാദത്ത് ചെയ്യുന്നവരാണ്. ആബിദൂൻ ഐൻ ബാദൽ, ആബിദിന്റെ പ്ലൂരലാണ്. നമ്മൾ വിശ്വാസികള് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവര് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇത് മതി അല്ലേ? നമുക്കൊക്കെ ദൈനംദിന ജീവിതത്തിൽ അങ്ങേയറ്റം നമ്മൾ ഫേസ് ചെയ്യുന്ന പലതിനെയും സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യാൻ ഈ ഒരു 1-2 ആയത്തുകൾ തന്നെ മതി. എന്താണ് ഇതിനകത്തുള്ള ലെസൺ നോക്കാം. നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കുക. മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് എങ്ങനെ? തോന്നുന്നത് എടുത്ത് തോന്നുന്നത് ഒഴിവാക്കലല്ല, ബുഫേ അല്ല, മുസ്ലിം ആയിരിക്കുക അല്ലെ? മുസ്ലിം ആയിരിക്കുക. അസ്ലം തു ലിറബ്ബിൽ ആലമീൻ. അത് നമ്മൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അപ്ലൈ ചെയ്യാം. നമുക്ക് സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ എത്ര തന്നെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാലും മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ആ ചായം നമ്മുടെ മേലങ്ങ് ഒട്ടിപ്പിടിച്ചോളും. അല്ലാതെ വെറുതെ ഒരു കളറ് പാത്രത്തിൽ കലക്കി മുക്കി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 4-5 വാഷിങ് കഴിയുമ്പോൾ അതങ്ങ് പോവും അല്ലെ? പക്ഷെ പ്രയാസപ്പെട്ടിട്ട് ചൂടാക്കി തിളച്ച ചായത്തിൽ മുക്കിയിട്ട് എടുത്ത ആ ഒരു ചായം, ആ ഡ്രസ്സിന്റെ ചായം പിന്നെ അത് മാറൂല. പിന്നെ അതിന്റെ കളർ അതാണ്, ആ സിബോയാണ് അതിന്റെ കളറ്. അപ്പം നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ ഇസ്ലാം ക്ലെയിം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ശരീരങ്ങളിലേക്ക് കാണിക്കണം. അല്ലാതെ ഹൃദയത്തിൽ ഇസ്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിൽ മാത്രം ഇസ്ലാം കാണിക്കുമ്പോൾ അത് നമ്മൾ സാഹചര്യം വരുമ്പം എല്ലാം മറച്ചു വെക്കും അല്ലെ? വേണ്ടപ്പോ പുറത്തെടുക്കും. അതല്ല ഇസ്ലാം. അപ്പൊ ഹൃദയത്തിലെ ഇസ്ലാം നമ്മുടെ ശരീരങ്ങളിൽ കാണിക്കണം, അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കാണിക്കണം, അത് നമ്മുടെ ഡീലിങ്സിൽ കാണിക്കണം, അത് നമ്മൾ ജീവിക്കുന്ന രീതികളിൽ കാണിക്കണം. അത് ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കാൻ പറ്റൂല, ഒളിപ്പിച്ചു വെക്കാൻ കഴിയൂല, അത് പുറത്ത് വരും. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അള്ളാഹുവിന്റെ സിബഗത്ത് ഉള്ള സിബഗത്ത് ആ കളർ അടിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾക്ക് ഇപ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ആ സിബഗ പുറത്ത് കാണിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ പുറത്ത് വരാത്ത, അല്ലെങ്കിൽ അതിലേക്ക് എത്താത്ത ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നമ്മളൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കളർ ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.